അപ്പൊ ഞാൻ വലിയച്ഛനെ കൊണ്ട് രണ്ട് പന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വലിയച്ഛൻ എനിക്ക് ഒരു പങ്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വലിയച്ഛനോട് ഒരു ബോൾ കൂടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞതാണ് കേട്ടോ. വലിയച്ഛൻ ഇത് ആരെ പഠിപ്പിച്ചു തന്നതാ? അച്ഛനും വലിയച്ഛൻ്റെ അച്ഛൻ പഠിപ്പിച്ചെന്നാ. പന്തുണ്ടാക്കാനും കൊട്ട കെട്ടാനും ഇതൊക്കെ പഠിപ്പിക്കാൻ. എനിക്കൂടെ പഠിപ്പിച്ചു. ഓ അതാ നോക്കിയതാ. കണ്ടോ, രണ്ട് ഓലി എടുക്കുക, കീള് പോക്കുക, ഇതിങ്ങനെ മടയുക. കണ്ടോ, ഇങ്ങനെ മടിച്ചിട്ട് ഒരു മൂല ഉണ്ടാക്കുക. ഇതാ ഒരു മൂല ഉണ്ടാകാൻ പോകും. കണ്ടോ, ഒരു മൂലയായിപ്പോ. ഇനി അടുത്തൊരു മൂലയും കൂടി കെട്ടാൻ പോവുക കേട്ടോ. അപ്പോൾ രണ്ട് മൂലയാകാൻ പോകുന്നത്. കണ്ടോ, ഇപ്പം രണ്ട് മൂലയായി. ഇനി ഒരു മൂലയും കൂടി. മൂലകളൊക്കെ ഉണ്ടാവുമോ പന്തിന്? 4 മൂല വേണ്ടേ പന്തിന്? ഓലപ്പന്താത്. അപ്പം അതിന് 4 മൂല ഉണ്ടാവും കേട്ടോ. പിന്നെ 4ാമത്തെ മൂല മടഞ്ഞ് കണ്ടോ, കുടുക്കി അതിൻ്റെ ബക്ക് ഇങ്ങോട്ട് മടക്കി വെച്ച് ഉള്ളോട്ട്. ഇതിൻ്റെ ഓലപ്പന്തിനൊന്നും വേഗം ഉണ്ടാക്കാൻ എളുപ്പമാണോ? എളുപ്പമല്ലേ ഇത്? കണ്ടോ, വീണ്ടും ഇങ്ങനെ മടയ തന്നെ കാണുന്നുണ്ടോ? മടഞ്ഞിട്ട് ഇങ്ങോട്ട് ശരിയാകുന്നില്ലേ? കണ്ടോ, കണ്ടോ, തലയെടുക്കുക. ഒന്നുകൂടി ഞാൻ മടങ്ങാട്ടെ. എന്നാലേ വലിയൊരു സ്വീപ്പില്ലാതെ നമുക്ക് മടങ്ങിയ ഒന്നിൻ്റെ ഇതിനുള്ളിൽ കൂടെ ഇടുക. മടുന്നതിൻ്റെ ഉള്ളിൽ കൂടെ. കണ്ടോ, കണ്ടോ, അപ്പോൾ എന്തായി? ഒരു കെട്ട് പോലെയായി കേട്ടോ. കുടുക്കുക, പിന്നെ ഉള്ള പോലെ ഇങ്ങനെ എടുക്കുക. കണ്ടോ, കുടുങ്ങി. ബോള് റെഡി ആയി തരാം. കണ്ടോ, ഇതിനുള്ളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കനമ വേണമെങ്കിൽ ലേശം പച്ചട ചുറ്റിക്കട വെച്ചാൽ മതി. കണ്ടോ, ഇപ്പം പന്തായി കേട്ടോ. എന്നിട്ട് കണ്ടോ, സൈഡൊക്കെ വെട്ടണം. ഒക്കെ വെട്ടണം. വെട്ടിത്തരാം. കത്തിയാടുമ്പോഴേ മുറിക്കുക. കണ്ടോ, വൃത്തിയായി മുറിക്കണം. കണ്ടോ, പിന്നെ സൈഡ് നല്ല മുറിക്കണം. ഓരോ ഇങ്ങനെ കണ്ടോ, കണ്ടോ, ഇപ്പം എന്തായി? ഇത്രയും നമ്മൾ മടങ്ങിട്ടില്ലേ? അതെന്തിനാണ് തള്ളി കൊടുക്കുന്നത്? ഒരു വൃത്തിയാക്കാൻ വേണ്ടി. ഇപ്പം സൂപ്പർ പന്തായി. കണ്ടോ, ഇതാണ് വെള്ളിയച്ഛൻ ഉണ്ടാക്കി തന്ന പന്ത്. അപ്പൊ ഞാൻ വെള്ളിയച്ഛനെ കൊണ്ട് രണ്ട് പന്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.